30 സംഘടനാ ജില്ലകളായി വിഭജിച്ച ശേഷം ജില്ലാ അധ്യക്ഷന്മാർ ചുമതലയേൽക്കുന്നതിനിടെ ബിജെപിയിൽ പരക്കെ ഭിന്നത. തിരുവനന്തപുരം സെൻട്രലിൽ അധ്യക്ഷനായി തീരുമാനിച്ച കരമന ജയന് 60 വയസ്സ് കഴിഞ്ഞു എന്നാണ് ആക്ഷേപം. വോട്ട് കൂടുതൽ ലഭിച്ച പലരും തഴയപ്പെട്ടെന്നും പരാതി. പത്തനംതിട്ട, തിരുവനന്തപുരം സൗത്ത്, ഇടുക്കി സൗത്ത് എന്നീ ജില്ലകളിലാണ് തർക്കം തുടരുന്നത്. അവിടെ തർക്കം നിലനിൽക്കുന്നതിനാൽ അധ്യക്ഷനെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിന് സാധ്യമാകാത്ത പുനഃസംഘടന നടത്തുന്നുവെന്ന സംസ്ഥാന ബിജെപി നേതാക്കളുടെ അവകാശവാദങ്ങൾക്ക് കളങ്കമാവുകയാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ. RSS ഇടപെടലോടെ പാലക്കാട്ടെ പ്രശ്നങ്ങൾ മയപ്പെട്ടെന്ന് വിലയിരുത്തുമ്പോഴും മറ്റിടങ്ങളിലും എതിർപ്പുകൾ ഉയരുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ അധ്യക്ഷനായി തീരുമാനിച്ച മുതിർന്ന നേതാവ് കരമന ജയന് 60 വയസ്സ് കഴിഞ്ഞെന്നാണ് ആക്ഷേപം. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതായും നേതാക്കൾ വ്യക്തമാക്കുന്നു. കരമന ജയൻ ഉൾപ്പെടെ ജില്ലാധ്യക്ഷന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട 27 പേരിൽ 23 പേരും വി മുരളീധര പക്ഷത്തുള്ളവരാണ്. ഇതിൽ പലർക്കും വോട്ട് കുറവായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഇഷ്ടക്കാരെ അധ്യക്ഷന്മാരാക്കാൻ ഔദ്യോഗിക പക്ഷം നേതൃത്വം നൽകുന്നുവെന്നാണ് വിമർശനം. എന്നാൽ വോട്ട് മാത്രമല്ല മാനദണ്ഡമെന്ന് വിശദീകരിക്കുന്ന നേതൃത്വം എതിർസ്വരങ്ങളെ പാടെ അവഗണിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബിജെപിക്കുണ്ടായ വളർച്ച മാധ്യമങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. കഴിവും മിടുക്കുമുള്ള ചെറുപ്പക്കാരെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ വല്ലാത്ത പ്രചരണമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നല്ല മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരാക്കിയപ്പോൾ എന്തൊക്കെയാണ് പ്രചരണം നടക്കുന്നത്? നോക്കൂ, എത്ര പേരെയാണ് ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു അസ്വാരസ്യവും എവിടെയുമില്ല. ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ ഈ 27 സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. 4 ജില്ലാ അധ്യക്ഷന്മാർ PK കൃഷ്ണദാസ് പക്ഷത്തുള്ളവരാണ്. മുരളീധര പക്ഷത്തെ 3 ജില്ലാ പ്രസിഡന്റുമാർ ഒപ്പമുണ്ടെന്ന ശോഭാ സുരേന്ദ്രൻ പക്ഷവും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരം സൗത്ത്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിട്ടില്ല. 3 ഇടങ്ങളിൽ കൂടുതൽ പരിശോധന വേണമെന്നാണ് വിശദീകരണം. അതേസമയം 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമെന്നാണ് സൂചന. വി മുരളീധരൻ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരത്ത് സജീവമായ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അപ്രതീക്ഷിത പ്രസിഡന്റാകുമെന്നും സൂചനയുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.